ഓട്ടൻതുള്ളൽ കലയെ രണ്ടാം തലമുറയിലേക്കും പകർന്നു നൽകി മണലൂർ ഗോപിനാഥ്. ലഹരി ബോധവൽക്കരണത്തിനായി പകർന്നാട്ടത്തിലൂടെ ലക്ഷം കുട്ടികളിൽ ഓട്ടൻതുള്ളൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഈ കലാകാരൻ. മണലൂർ സ്വദേശിയായ ഗോപിനാഥിന് ഓട്ടൻതുള്ളൽ കുടുംബകാര്യമാണ്. ഓട്ടൻതുള്ളൽ രംഗത്ത് 4 പതിറ്റാണ്ട് തികയ്ക്കാനൊരുങ്ങുന്ന ഇദ്ദേഹം മകൻ ബബിൽനാഥിനും മകൾ ബബിതയ്ക്കും ഓട്ടൻതുള്ളൽ പകർന്നു നൽകിയിട്ടുണ്ട്. ബബിൽനാഥിന്റെ മകൾ 7 വയസ്സുകാരി തൽവിയും കണ്ണന് മുന്നിൽ അരങ്ങേറ്റം കുറിച്ചു. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രുക്മിണി സ്വയംവരം കഥ അവതരിപ്പിച്ചാണ് 3ാം ക്ലാസ്സുകാരി തൽവി ഓട്ടൻതുള്ളൽ കുടുംബത്തിൽ അംഗമായത്. ചായം തേക്കാനും കോപ്പൊരുക്കാനും പക്കമേളത്തിനും മക്കൾക്കൊപ്പം അമ്മ ബേബിയും ഉണ്ടാകും. പകർന്നാട്ടത്തിന്റെ ഭാഗമായാണ് കൊച്ചുമകൾക്കും ഓട്ടൻതുള്ളലിൽ പിച്ച വയ്ക്കാൻ അവസരം നൽകിയതെന്ന് മണലൂർ ഗോപിനാഥ് പറഞ്ഞു. പൈതൃക കലകളൊക്കെ പുതിയ തലമുറയിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി പകർന്നാട്ടം കുട്ടികളിലേക്ക് പകർന്ന് ഈ കലാരൂപത്തെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഇപ്പൊ 3 വർഷം തികയാണ്. 100ഓളം സ്കൂളുകളിലും ചെയ്തു. ഇനി 1 ലക്ഷം കുട്ടികളിലേക്ക് ഈ കലാരൂപത്തെ കാണിക്കുന്നതിനുള്ള ശ്രമമാണ് ഞാനിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പകർന്നാട്ടത്തിന്റെ അടുത്തൊരു ബാച്ചിന്റെ ഒരു സമർപ്പണമാണ് ഇന്ന് ഗുരുവായൂർ നടക്കുന്നത്. എൻ്റെ മകന്റെ മകളും കൂടി ഇന്ന് ഈ വേദി പങ്കെടുക്കുകയാണ്. വീണ്ടും തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് എത്തിക്കുന്ന ദൗത്യത്തിന്റെ ഒരു തുടക്കമാണ് ഇന്ന് ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നത്. ഓട്ടൻതുള്ളലിലെ കഥ മാറ്റി പകരം ലഹരി ബോധവൽക്കരണ കഥയിലൂടെയാണ് പകർന്നാട്ടം കുട്ടികളിലേക്ക് എത്തിക്കുന്നത്. ഇത് 100 സ്കൂളുകളിൽ തികയ്ക്കാൻ സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. കോവിഡിന് ശേഷം ആരംഭിച്ച പദ്ധതി ഇതുവരെ 1.5 ലക്ഷം കുട്ടികളിൽ എത്തിക്കാൻ കഴിഞ്ഞതായും മണലൂർ ഗോപിനാഥ് വ്യക്തമാക്കി. TCV ഗുരുവായൂർ.